ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈസി എഗ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എഗ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയം നമുക്കതിലേക്ക് 2 പൊട്ടറ്റോയും ഒരു പകുതി ക്യാരറ്റും കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതെല്ലാം എണ്ണയിലിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 2 സ്പൂണോളം പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം പിന്നീട് അത് വറ്റിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കൂടിക്കഴിഞ്ഞാൽ. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്ര ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതല്ല, നോർമലായിട്ട് തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി തോടൊക്കെ മാറ്റി മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ നമ്മൾ ആദ്യം വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ത്തിക്കും അതുപോലെ തന്നെ ഗീ റൈസിനൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ്. കുട്ടിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.